വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരുവോണ രാവിലെ വാർത്താവിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കോഴിക്കോട് വടകര മാടാക്കര പള്ളിയിൽ കയറി വിശ്വാസികളെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് CPIM. പ്രതിഷേധം ഉയർന്നതോടെ പോലീസിന്റെ തലയിലിട്ട് തടിയൂരാൻ UDF സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം. പ്രശ്നം പരിഹരിക്കേണ്ട പോലീസ് പ്രശ്നം വഷളാക്കാനാണ് ശ്രമിച്ചത്. പള്ളിയിൽ പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് കുറ്റ്യാടി MLA അറിവോടെയാണെന്നും CPIMന്റെ പ്രസ്താവന. സുനോജ് തോമസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനോജ്, എന്താണ് ഈ മാടാക്കര പള്ളിയിലെ പ്രശ്നം? രാഷ്ട്രീയ വിവാദമായി കത്തുകയാണോ സുനോജ് തോമസ്? ഇതിൽ ലീഗിനെതിരെയാണോ CPIMന്റെ നീക്കം? തീർച്ചയായിട്ടും അരുകുമാർ, ഇന്ന് വൈകിട്ടോടുകൂടിയാണ് CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഒരു പ്രസ്താവന ഇറക്കിയത്. അതായത് വടകര കണ്ണൂക്കര മാടാക്കര പള്ളിയിൽ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച രാത്രിയിൽ സംഘർഷമുണ്ടായിരുന്നു. അതിൽ പോലീസ് പള്ളിക്കകത്ത് കയറി വിശ്വാസികളെ നിയന്ത്രിക്കുകയും അവിടെ പിടിച്ചുമാറ്റുകയൊക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിൽ ഉൾപ്പെടെ വൈറലായിരുന്നു. കാരണം പോലീസ് ആ പള്ളിക്കകത്ത് ബൂട്ടിട്ടാണ് കയറിയത്. നിസ്കാരപ്പായിൽ ബൂട്ടിട്ട് കയറിയുന്ന തരത്തിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ വന്നിരുന്നു. CPIM നേതാക്കൾ ഉൾപ്പെടെ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കുകയും സർക്കാരിനെതിരെയുള്ള ഒരു ചോദ്യചിഹ്നമായി ഉയർത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് CPIM ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് ഈ പള്ളിയിൽ വർഷങ്ങളായിട്ട് തന്നെ തർക്കമുണ്ട്. അതായത് മഹല്ല് കമ്മിറ്റിയെ അനുകൂലിക്കുന്നവരും ആ കമ്മിറ്റിയെ അംഗീകരിക്കാത്തവരും തമ്മിലാണ് സംഘർഷം ഉണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവിടെ പോലീസിനെ വിളിച്ചു വരുത്തുന്നത് ലീഗാണ്. പോലീസിന് വിവരമറിയിച്ചതും ലീഗ് പ്രവർത്തകരാണ്. അതിൽ നിന്ന് ലീഗിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. നിലവിൽ സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിൽ അത് പോലീസിന് തലയിലിട്ടുകൊണ്ട് UDF നേതൃത്വം, പ്രത്യേകിച്ച് മുസ്ലിം ലീഗും കൈ ഒഴിയാൻ ശ്രമിക്കുന്നുവെന്നാണ് CPIMന്റെ വിമർശനമെന്ന് പറയുന്നത്. അത് കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയുടെ അറിവോട് കൂടിയാണ് ഈ പോലീസ് പള്ളിയിൽ കയറി അതിക്രമം കാണിച്ചതെന്നാണ് CPIM ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാറക്കൽ അബ്ദുള്ള മറുപടി പറയണമെന്നും CPIM വാദം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ പള്ളിയിൽ വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ തർക്കങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ചോമ്പാല പോലീസ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഈ മഹല്ല് കമ്മിറ്റിയുടെ ആളുകളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചർച്ചകൾ നടത്തിയതാണ്. അതിനുശേഷമാണ് രാത്രിയിൽ പള്ളിയിൽ സംഘർഷം ഉണ്ടാകുന്നത്. അങ്ങനെ മഹല്ല് കമ്മിറ്റി അറിയിച്ച പ്രകാരം തന്നെയാണ് പോലീസ് സേന അവിടെ എത്തുകയും സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിലാണ് പോലീസ് പെട്ടെന്ന് തന്നെ പള്ളിക്കകത്ത് കയറി സംഘർഷത്തിൽ ഏർപ്പെട്ട വിശ്വാസികളെ പള്ളിക്കകത്ത് നിന്ന് പിടിച്ചു മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ പോലീസ് പെരുമാറിയതുകൊണ്ട് പോലീസിനെതിരെ നടപടി വേണമെന്നൊരു ആവശ്യം CPIM ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അരുകുമാർ, താങ്ക് യു. സുനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും. പള്ളിയിലെ മഹല്ല് കമ്മിറ്റി തന്നെയാണ് പോലീസുകാരെ വിളിച്ചു വരുത്തിയതെങ്കിൽ പിന്നീട് പോലീസുകാരുടെ വെക്കിട്ട് കയറിയിട്ട് വല്ല കാര്യമുണ്ട്? അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് അയ്യോ പള്ളിയാണേ അമ്പലമാണേ എന്നൊക്കെ കരുതി ഈ പറയുന്ന ഷൂവും ചെരുപ്പും ഒക്കെ അഴിച്ചു വെച്ചിട്ട് കയറണം എന്നതാണോ പറയുന്നതെന്നറിയില്ല. പക്ഷെ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ അവിടെ ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സംഘർഷം ഉണ്ടാക്കാതിരിക്കാൻ പോയെങ്കിൽ പോലീസിനെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതല്ലേ അവിടുത്തെ യാഥാർത്ഥ്യം. അതിനെ രാഷ്ട്രീയമാക്കി മാറ്റുക, വിശ്വാസികളുടെ മനസ്സിലേക്ക് ചില രാഷ്ട്രീയ വികാരങ്ങൾ കുത്തിവെക്കുക, അതേ ആവശ്യമുള്ളൂ.